വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അസ്ത്രം എന്ന് പറയുവേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കറിക്ക് അസ്ത്രം എന്ന് പറയും കേട്ടോ. ഇത് നല്ല ചൂട് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണേ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ കാച്ചിൽ കൊണ്ടാണ് അസ്ത്രം ഉണ്ടാക്കുന്നത്. കാച്ചിൽ കൊണ്ടുണ്ടാക്കാം, അത് ചേമ്പ് അതെല്ലാം കൊണ്ട് നമുക്ക് ഇങ്ങനെ അസ്ത്രം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഒരു നല്ലൊരു പീസ് കാച്ചിൽ ഞാനെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ. ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കണേ. കുറച്ച് തേങ്ങ വേണം, പിന്നെ ഒരു 2 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടേ, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ, ഒരുപാട് കൂടണ്ട. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവേ. കാച്ചിൽ ഇതുപോലെ ഒരു കടായിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ വെന്ത് അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണേ. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല, ചില്ലി പൗഡറാണ്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കാച്ചിൽ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പില്ലേ അതങ്ങോട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്ത് ചേർക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന, ഒരുപാട് അങ്ങ് ഗ്രേവിയും കാണത്തില്ല, എന്നാൽ ഭയങ്കര ഡ്രൈയും ആയിരിക്കത്തില്ലേ, അതുപോലത്തെ ഒരു കറിയാണിത്. നമ്മൾ ഇളക്കി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണേ. ഈ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് സിമ്മിൽ കിടന്നൊന്ന് അതിൻ്റെ ആ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറണമല്ലോ, 2 മിനിറ്റ് മതിയാവും കേട്ടോ. നമ്മുടെ ഈ അസ്ത്രം ഇവിടെ വെച്ചിട്ട് 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്നു നോക്കാം. അരപ്പിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിക്ക്, ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയേക്കണേ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് അസ്ത്രം എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ സ്ഥലത്തും കറികൾക്കാണേലും വേറെ വേറെ പേരുകളൊക്കെ അല്ലേ. ഇത് എൻ്റെ അമ്മയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു കറിയായത്. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം നമുക്കിത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് താളിച്ചിട്ടാൽ മതി കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് ഇടാം, ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഇത് നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളർ ആകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കുക. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളിത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് അടച്ചു വെച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആ കറിക്കകത്ത് തന്നെ ഇറങ്ങിക്കോളൂ. നമ്മുടെ അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചോറിൻ്റെയും നല്ല കുത്തരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്